ആലപ്പുഴ ബീച്ച് വാർഡിലെ LDF സ്ഥാനാർത്ഥി ഷീന സജി തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടിയാണ് പ്രചരണ രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത്. ഷീന സജി DYFIയിലൂടെ പാർട്ടിയിലേക്ക് CPM-ലേക്ക് വന്നു. ഇന്ന് മത്സ്യത്തൊഴിലാളി യൂണിയൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലും CITU തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ നേതൃനിരയൊക്കെ പ്രവർത്തിക്കുന്ന ആളാണ് ഷീന തികച്ചും പൂർണ്ണമായും മത്സ്യത്തൊഴിലാളി മേഖലയെ ശ്രദ്ധിച്ചുകൊണ്ട് പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഷീന പ്രചരണ രംഗത്ത് എന്തൊക്കെയാണ് ഷീനയുടെ അനുഭവങ്ങളെന്നും ഷീനയ്ക്ക് വിജയപ്രതീക്ഷ എത്രത്തോളം ഉണ്ടെന്നും ഷീന വിജയിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വികസന സ്വപ്നങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് ഷീനയിൽ നിന്ന് തന്നെ ഒന്ന് ചോദിച്ചറിയാം. ഈ വരുന്ന തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മുനിസിപ്പാലിറ്റി ബീച്ച് വാർഡ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ഷീന സജി എന്ന ഞാൻ അരിവാൾ ചിറ്റിക നക്ഷത്രം അടയാളത്തിൽ നിങ്ങളുടെ ഏവരുടെയും സമ്മതിദാനാവകാശം രേഖപ്പെടുത്തണമെന്ന് ഈ വരുന്ന 5 വർഷക്കാലം ദേശത്ത് നേരിടുന്ന പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വാർഡിൽ ഇറങ്ങിയപ്പോൾ വളരെ ജനകീയമായി എന്നെ എല്ലാവരും പിന്തുണയ്ക്കുന്നുണ്ട്. നല്ല രീതിയിൽ സാധാരണക്കാര് തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം എന്ന നിലയിൽ ഞാനും ഒരു സാധാരണക്കാരി ആയതുകൊണ്ട് തന്നെ ഇരു കൈകളും നീട്ടിയാണ് അവരെന്നെ സ്വീകരിക്കുന്നത്. തികച്ചും ജനകീയമായ ഒരു നിലപാടാണ് ആലപ്പുഴ മുനിസിപ്പാലിറ്റി കഴിഞ്ഞ 5 വർഷക്കാലം സ്വീകരിച്ചത്. അതിന്റെ പ്രതിഫലനം എല്ലാ മേഖലകളിലും എനിക്ക് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് തീരദേശ മേഖലയിൽ നിരന്തരം ഇടപെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് ജനങ്ങൾക്ക് എന്നോടുണ്ട്. അവർക്ക് എന്നിൽ ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ ഉയർത്തിക്കൊണ്ടുവരാനുള്ള എല്ലാ കാര്യങ്ങളും വാർഡിൽ ചെയ്യാൻ ഞാൻ സന്നദ്ധയാണ്. ബീച്ച് വാർഡ് തികച്ചും പ്രധാനമായും നമ്മൾ കണ്ടുവരുന്നത് വെള്ളക്കെട്ടാണ്. ആ വെള്ളക്കെട്ടിന്റെ പ്രശ്നം കേന്ദ്ര സർക്കാരിന്റെ റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ അത്തരത്തില് ചില നിയമ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ ജനങ്ങൾ നിരന്തരം ഈ ഒരു ഭീതി നേരിടുന്ന സാഹചര്യത്തിൽ നമ്മുടെ കേരളത്തിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് നിയമപരമായിട്ട് തന്നെ ഇടപെട്ടുകൊണ്ട് അവർക്ക് അനുകൂലമായ രീതിയിൽ അവരെ വിഷമിപ്പിക്കാത്ത രീതിയിൽ ആ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ മെയിൻ്റെനൻസ് മറ്റു വിഷയങ്ങളൊക്കെ ചെറുതായൊക്കെ ആളുകൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ കൃത്യമായിട്ട് നമുക്ക് ഇടപെട്ടുകൊണ്ട് സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതികൾ 100% വാർഡിൽ വിനിയോഗിക്കാനുള്ള ശ്രമം നടത്താമെന്നുമാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ജനങ്ങൾ കാത്തിരിക്കുന്നത് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലറിനെ തന്നെയാണ്. കാരണം നമ്മുടെ ആലപ്പുഴ മുനിസിപ്പാലിറ്റി കാലാകാലങ്ങളായിട്ട് ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി ചെയ്തു വരുന്ന കാര്യങ്ങൾ വളരെ വിലപിടിപ്പുള്ളതാണ്. കുട്ടികളുടെ പഠനോപകരണങ്ങൾ അടക്കമുള്ള പിന്നെ മത്സ്യത്തൊഴിലാളി മേഖലയിലാണെങ്കിൽ പോലും അവരുടെ തൊഴിലുപകരണങ്ങൾ അടക്കം കൊടുത്തുകൊണ്ട് അവരെ നെഞ്ചോട് ചേർത്ത് നിർത്തിയ ഒരു 5 വർഷം പിന്നിട്ട് വരുന്ന സാഹചര്യത്തിൽ ഇനിയുള്ള കാര്യങ്ങൾ ചെറിയ കാര്യങ്ങൾ അവർ സൂചിപ്പിക്കുന്നുണ്ട്. പ്രദേശത്തിറങ്ങുമ്പോൾ അവരിൽ ഒരാളായതുകൊണ്ടായിരിക്കും തികച്ചും പൂർണ്ണമായിട്ടും 100% ശരിയോടുകൂടി അവരെന്നോട് സംസാരിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ നെഞ്ചിലേറ്റിക്കൊണ്ട് വരും കാലങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് സർക്കാർ വിനിയോഗിക്കാൻ തരുന്ന തുകയായാലും മറ്റെന്ത് കാര്യങ്ങളായാലും അത് 100% ജനങ്ങളിലേക്ക് എത്തിക്കാമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.